അന്നേരം നോക്കാം. അന്നേരം അവരത് പരാതി കൊടുക്കട്ടെ. ആ പരാതി കൊടുക്കുമ്പോൾ നമുക്കത് നിയമപരമായി നേരിടാം. ഈ രാജ്യത്ത് ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ സഹോദര. നിങ്ങൾ ഈ വ്യഗ്രത കാണിക്കുന്നതിന് കൈരളിയുടെ തിടുക്കമൊക്കെ എനിക്ക് മനസ്സിലാകും. അല്ല, ഞാൻ പറയുന്നത് കേൾക്കാൻ ശ്രമിക്കുന്നത് കൈരളിയുടെ ഈ തിടുക്കം ഒരു പരാതിക്കാരി ആരോപണം ഉന്നയിച്ച് പുറത്തേക്ക് വന്ന ശ്രീ മുകേഷ് MLA-ക്കെതിരായിട്ട് കൈരളിയുടെ ഒരു തിടുക്കം ഞാൻ കണ്ടില്ല. ഒന്ന് പറയട്ടെ, ഞാൻ പൂർത്തീകരിക്കട്ടെ. അങ്ങനെ ഒരു പരാതിക്കാരി പരാതി വന്ന് പുറത്തു വന്ന് പറഞ്ഞ ശ്രീ മുകേഷ് MLA-ക്കെതിരായിട്ട് അങ്ങയുടെ ആത്മരോഷം ഞാൻ കണ്ടില്ല. ഇനി ശബ്ദരേഖയുടെ വിഷയത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ശ്രീ AK ശശീന്ദ്രനെതിരായിട്ട് അങ്ങയുടെ കൈരളി മാധ്യമ സ്ഥാപനത്തിന്റെ ഈ വ്യഗ്രത ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറയട്ടെ, ഞാൻ പറയാനുള്ള കാര്യം പറയട്ടെ. അതിനിടയ്ക്ക് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഞാൻ മറുപടി പറയുന്നത്. ഈ സമയത്ത് എന്താണ്? ഈ സമയത്ത് സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം അതിശക്തമായിട്ടുള്ള സമയമാണ്. മാത്രമല്ല CPM എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് പോലും വലിയ അന്തചിത്രങ്ങൾ ഉണ്ടാകുക. നിങ്ങൾ പരാതിയില്ലാത്ത ഗർഭചിത്രത്തെ പറ്റി പറയുമ്പോൾ പുറത്തു വന്ന അന്തചിത്രങ്ങളെ പറ്റി എന്താ പറയാത്തത്? ഞാനൊന്ന് പറയട്ടെ. CPM-നകത്ത് രൂക്ഷമായ അന്തചിത്രങ്ങൾ, കഴിഞ്ഞ ദിവസത്തെ കത്ത് വിവാദം അടക്കം, പാർട്ടി സെക്രട്ടറിയുടെ മകൻ പുറത്തു വിട്ടു എന്ന് പറയുന്ന വിവാദം അടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് ഈ ചർച്ചകളെ ആകെ വ്യതിചലിക്കാൻ ഇപ്പൊ കോൺഗ്രസ് ഹാൻഡിലുകൾ സൈബർ മേഖലയിൽ, ഞാൻ അടിസ്ഥാനപരമായ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്.